ഉണ്ടായിരിക്കും. എന്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കണോ? ഇല്ല, ഒന്നുമില്ല ചാ, ഒന്നുമില്ല. നിക്കടാ. ഞാൻ ഇതുവരെ എന്റെ കുട്ടികളെ സ്നേഹത്തോടെ വളർത്തിന്ന വിചാരിച്ച്. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ നീ പറയാൻ വന്നത് പറയാതെ പോവില്ല. ഇല്ല, അങ്ങനൊന്നുമില്ല ചാ. ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമെന്ന കാര്യം. പ്രേമിച്ചായിരുന്നോ? പ്രേമിച്ചായിരുന്നോ? ആ കാര്യം നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ദിവസമായി ചാ. എന്താടാ നീ എന്താടാ പറഞ്ഞേ? പ്രേമം, പ്രേമം. എന്റെ കുടുംബം അതിൽ വീഴാൻ പാടില്ലെന്ന് ഞാൻ കുറെ ശ്രമിച്ചിരുന്നു. പക, ആ പ്രേമം എന്നെ പക വീട്ടുന്നു. അതല്ല ചാ. ഇത്രയും കാലം ഈ വീട്ടിൽ പ്രേമം എന്നുള്ള ഒരു വാക്ക്, അതും നിന്റെ വായിൽ നിന്നും, നിന്റെ അടുത്ത് കുറെ പ്രതീക്ഷകളുണ്ടായിരുന്നു. നിന്നെ കുറെ വിശ്വസിച്ചടാ. അങ്ങനെയല്ല ചാ. എപ്പോഴും നടന്നത് ഓർത്ത് നിങ്ങള്. എപ്പോഴും നടന്നു. നിന്റെ ചേച്ചിയുടെ മരണം ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അതിന്റെ കാരണമായ പ്രേമവും മനുഷ്യനെയും ഞാൻ വെറുക്കുന്നു. ഞാൻ മരിക്കുന്നവരെ അത് പോവില്ല. അച്ഛൻ, ഞാൻ ഇതുവരെ നിങ്ങൾ പറഞ്ഞത് കേൾക്കാതിരുന്നിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം എന്നെ കൊണ്ട് പറ്റില്ല ചാ. എന്നോട് ക്ഷമിച്ചേക്ക്. 20 കൊല്ലം നമ്മുടെ കൂടെ ഉണ്ടായത് ചേച്ചി നമ്മളെ വിട്ടു പോയത് കാരണം നിങ്ങൾക്ക് എത്ര വിഷമമുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്, ഞാൻ പറയട്ടെ. പാവാണ് കേശവ് സാർ. 20 ദിവസം പ്രേമിച്ച ചേച്ചി മരിച്ചു പോയത് കാരണം ഇപ്പോഴും അദ്ദേഹം ചേച്ചിയുടെ ഓർമ്മയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം ഒരു ശവത്തെ പോലെയാണ് ജീവിക്കുന്നത്. അതിനെന്താ കാരണം എന്ന് അറിയോ അച്ഛാ? നിങ്ങൾ വെറുക്കുന്ന ആ പ്രേമം എന്ന 3 അക്ഷരമാണ്. എന്ന് വെച്ചാ ഈ ലോകത്തിലെ പ്രേമം മാത്രമേ ശരിയെന്ന് നീ പറയുന്നു? അത് കാണുന്ന ആളുകളുടെ മനസ്സാണ് ചാ. പക്ഷെ ചെറുപ്രായത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, തീരത്ത് നിൽക്കുന്ന ആൾക്ക് നദിയുടെ ആഴം എന്താണെന്ന് അറിയില്ലാന്ന്. അതേ നദിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ആഴം മാത്രമല്ല തീരവും അറിയില്ല ചാ. കണ്ടോ ലക്ഷ്മി, നിന്റെ മകൻ ഇത്രയും നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇപ്പോഴും ശരിയാണെന്ന് നന്നായിട്ട് മനസ്സിലാകുന്ന പോലെ പറഞ്ഞു. ഞാൻ വേണോ ആ പെണ്ണ് വേണോ എന്ന് തീരുമാനിക്കുമെന്ന് പറയുന്ന അത്ര ഞാൻ വൃത്തികെട്ടവനല്ല. ജനിപ്പിച്ച തന്ത. പക്ഷെ ആഴ്ച അറിഞ്ഞതിന് ശേഷം കരയിൽ കയറാൻ പ്രേമം നദിയല്ലടാ, കടലാണ്. ആ കടലിനെ ജയിക്കുന്ന ശക്തി എന്റെ പ്രേമത്തിനുണ്ടച്ചാ. അതാദ്യം മനസ്സിലാക്കും. ഹലോ. ആ ഹലക്കിയ, നിന്നോടൊന്ന് സംസാരിക്കണം. നീ പെട്ടെന്ന് പാർക്കിന്റെ അടുത്തേക്ക് വരുമോ? എന്താ കാര്യം? നീ വന്നതിന് ശേഷം പറയാന്നേ. നീ ഒന്ന് പെട്ടെന്ന് വരുമോ പ്ലീസ്? ഓക്കെ ഓക്കെ, വരാം. എന്താ ശിവ, പെട്ടെന്ന് കാണുന്നു പറഞ്ഞു? ഒരുപാട് ദിവസങ്ങളായി നിന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തിനെ പറ്റി? ഐ ലവ് യു. ഐ ലവ് യു അലേക്കിയ. അലേക്കിയ, അലേക്കിയ. ശിവ, ഇത് നിന്റെ മനസ്സിലുള്ള എന്നെ കുറിച്ചുള്ള ഒപ്പീനിയനാ? അങ്ങനെയാണെങ്കിൽ നീ എന്താ പറയുന്നത് അലേക്കിയ? അതെ ശിവ, ഞാൻ ഇപ്പോഴും നിന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടുള്ളൂ. അല്ലാതെ പ്രേമമുള്ളത് കൊണ്ടല്ല നിന്റെ കൂടെ ഇത്രയും ട്രാവൽ ചെയ്തത്. പ്രണയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആ പ്രണയം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണിലത് നിനക്ക് എപ്പോഴേ കാണാൻ പറ്റിയേനെ. വായ കൊണ്ട് നുണ പറഞ്ഞേക്കാം, പക്ഷേ മനസ്സുകൊണ്ട് കഷ്ടമാണ് അലേക്കിയ. ഈ നിമിഷം നിന്റെ കണ്ണ് പറയുന്നു എന്നോട് നിനക്ക് എത്രയും അധികം ഇഷ്ടമാണെന്ന്. ഈ ഇഷ്ടം ലവ് ഒന്നുമല്ല, ജസ്റ്റ് എനിക്ക് നിന്നോടുള്ള. ആ, എന്നോടുള്ള പറയാൻ പറ്റാത്ത അത്രേ വാക്കുകൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അച്ചോ ശിവ, എന്റെ മൗന സമ്മതാണെന്നല്ല അർത്ഥം. ഒന്ന് മനസ്സിലാക്ക്, നമ്മള് ഫ്രണ്ട്സ് ആണ്, ജസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. പ്ലീസ് അലേക്കിയ, എന്നെ കുറിച്ചൊന്ന് ആലോചിക്കേ. എന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ നിനക്ക് 1 സെക്കൻഡ് മതി. ജീവിതകാലം മുഴുവൻ നിന്റെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കണം. ശിവ, നീ കൺവിൻസ് ചെയ്താ ഒരുമിച്ചിരുന്ന് കോഫി കുടിക്കാം എന്ന് കരുതി ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല.
എടുത്തൂടെ? ഹലോ ആന്റി, ഞാൻ ശിവയുടെ ഓഫീസിൽ നിന്ന് വൈശാലിയെ സംസാരിക്കുന്നത്. ശിവയ്ക്ക് ബെസ്റ്റ് ആഡ് ഫിലിം ഡയറക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതറിയിക്കാൻ ശിവയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ശിവ വന്നാൽ ഇക്കാര്യം പറയണേ ആന്റി. തീർച്ചയായും പറയാം. വളരെ സന്തോഷമുണ്ട്. ശിവ, ശിവ, നിന്റെ ആഗ്രഹം നിറവേറി മോനെ. നിനക്ക് ബെസ്റ്റ് ആഡ് ഫിലിം ഡയറക്ടർ അവാർഡ് ഇപ്പൊ തന്നെ വൈശാലി ഫോൺ ചെയ്ത് പറഞ്ഞു. ശിവ, നിനക്ക് എന്താ പറ്റിയേ? എന്താ മോനെ പറ്റിയേ? പറയേ, എന്താടാ? അയ്യോ, എന്താടാ ഇതൊക്കെ? മോനെ, നിനക്ക് എന്താ പറ്റിയേ? എന്തേലും ഒന്ന് പറയടാ. ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ ലക്ഷ്മി, എന്തായി? നമ്മുടെ മോനിതാ വിഷം കഴിച്ചിരിക്കുന്നു. ഒന്ന് നോക്ക്. എന്താ ചെയ്യാ? അവനൊന്നും ആകില്ല ലക്ഷ്മി, ധൈര്യമായിട്ടിരിക്കുക. ചേട്ടനൊന്നും സംഭവിക്കില്ലല്ലോ അച്ഛാ. അവനൊന്നും സംഭവിക്കില്ല മോളെ. സിസ്റ്റർ, ശിവ എന്നൊരു പേഷ്യന്റ് റൂം നമ്പർ 204 സർ. വീണ്ടും നീ എന്തിനാ വന്ന? അവൻ ഇനി ചത്തിട്ടില്ല. അന്ന് പ്രേമം എന്നുള്ള പേരിൽ എന്റെ മകളെ എന്റെ അടുത്ത് നിന്ന് അകറ്റി. ഇന്ന് അതേ പ്രേമം കൊണ്ട് അവന്റെ ജീവിതം തന്നെ തൊലച്ചി. ഇപ്പൊ നിനക്ക് സന്തോഷായില്ലേ? എന്താ മോളെ ഇത്? സർ, ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നോക്കുമോളെ, നിന്റെ പ്രേമത്തിന് വേണ്ടി ഈ നിലയിലിരിക്കുന്ന എന്റെ മകൻ ഭാഗ്യവാനാണോ അഭാഗ്യവാനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവന്റെ സ്നേഹം വിലയില്ലാതെ ആക്കിയ നീ അഭാഗ്യവതിയാണ്. ഇതൊക്കെ അവള് കാരണം ഉണ്ടായത്. നിന്നെ കാണുമ്പോൾ ഐ ലവ് യു എന്ന് പറയും. ലവ് യു ടു എന്ന് നീ പറഞ്ഞാൽ നിന്റെ മനസ്സിൽ ഈ സംശയം എപ്പോഴും ഉണ്ടാവും. അപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? നോ എന്ന് പറയും. അത്രേ ഷോക്കൊന്നും വേണ്ട. ഞാൻ നോ പറയാൻ പറഞ്ഞത് ഇന്ന് ഒരു ദിവസം മാത്രമാണ്. നീ നോ എന്ന് പറഞ്ഞാൽ കൂടി ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് നിന്റെ പുറകിൽ വന്നാൽ അത് ജെനുവിൻ ലവ് ആണ്. അതല്ലെങ്കിൽ ആ സ്റ്റെപ്പിനിയുടെ അടുത്തേക്ക് പോയാ അതെ, ആ വൈഷുവിന്റെ കാര്യ. നിന്റെ സംശയവും മാറി കിട്ടും, അവന്റെ പ്രേമത്തിന്റെ സത്യവും അറിയാം. അവള് പറയുന്ന കേട്ട് ഞാൻ തെറ്റെയ്തു പോയി. ഞാൻ ശിവയെ സ്നേഹിച്ചിരുന്നു. എനിക്ക് ശിവ എന്ന് വെച്ച ജീവനാണ്. നോക്കേ, പ്രണയിക്കുന്ന തെറ്റല്ല. അവനെ നന്നായിട്ട് മനസ്സിലാക്കാൻ നീ ആദ്യം ശ്രമിക്കേ. എത്രമാത്രം പെൺകുട്ടികൾ അവന്റെ പുറകെ നടന്നെന്നറിയോ? പക്ഷെ അവന് ആരടുത്തും അങ്ങനെ തോന്നിയിട്ടില്ല. നിന്നെ കണ്ടത് മുതലാണ് അവന് ഒരു വട്ട് പിടിച്ചത് പോലെയാ. തെറ്റ് നിന്റേത് മാത്രമല്ല മോളെ. ഇന്നത്തെ കാലത്ത് പ്രണയം എന്ന പേരിൽ തെറ്റുകൾ കാണിച്ചു കൂട്ടുന്ന ജനറേഷന്റെ കുഴപ്പമാണിത്. ഈ ജനറേഷനെ കാണുമ്പോൾ ശരിക്കും ഭയമാകുന്നു. നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വേർപിരിയുന്നു. പ്രണയം എന്നാൽ വിശ്വാസമാണ്. വിശ്വാസമില്ലാത്ത പ്രണയം ഒരിക്കലും നിലനിൽക്കില്ല. ഒരു കാലത്ത് പ്രണയത്തിന് മുതിർന്നവരും ബന്ധുക്കളും ഒക്കെ എതിരായിരുന്നു. ഇപ്പോൾ നടക്കുന്ന പ്രണയത്തിന് പ്രണയിക്കുന്നവർ തന്നെയാണ് എതിര്. ആദ്യം നിങ്ങളുടേത് പ്രണയമാണോ ആകർഷണമാണോ എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ പ്രണയിക്കുക. അവർക്ക് ബോധം വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് പോയി കാണാം. സോറി ശിവ, ഐ ആം വെരി വെരി സോറി. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ശിവ. നീ എന്തിനെങ്ങനെ ചെയ്തത്? ഇന്ന് നീ എനിക്ക് വേണ്ടിയത് വീട്ടിലേക്ക് വന്നു. അന്ന് തന്നെ നീ എന്റെ മനസ്സിൽ കയറി. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും വീണ്ടും വീണ്ടും ഉണ്ടായിരുന്നെങ്കിലെന്ന് ആലോചിക്കാറുണ്ട്. ഐ ലവ് യു. ഐ ആൾവേസ് ലവ്ഡ് യു. നോക്ക് ശിവ, പ്രണയിക്കുന്ന നിങ്ങളോടൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ. പ്രണയിച്ചോളൂ, പക്ഷെ പ്രണയത്തെ ഒരു ഫൂളാക്കി മാറ്റരുത്. സർ, ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. നിങ്ങൾ ഇവരുടെ പ്രണയം അംഗീകരിച്ചില്ലേ? എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുന്നു. നിങ്ങളെക്കാളും നിങ്ങളുടെ മകളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന്. നിറയെ ആൾക്കാർ എന്റെ ചുറ്റുപാടുമുണ്ടെങ്കിലും ശരിക്കും ആരുമില്ലാത്തൊരു അനാഥനാണ് ഞാൻ. എനിക്കിപ്പോ ആകെയുള്ളത് എന്റെ മഹി മാത്രമാണ്. അവസാന സമയത്ത്
അവളെ ഒരു നോക്കൊന്ന് കാണാൻ പോലും എന്നെ അനുവദിച്ചില്ല. ഇതിനെന്ത് സമാധാനം പറയും? സർ, മഹിയുടെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിലെ ചുവരിൽ മാത്രമാണ് ഉള്ളത്. പക്ഷെ എന്റെ നെഞ്ചിനുള്ളിലാണ് അവളുള്ളത്. സിനിമക്കാരൻ പ്രണയിക്കുന്നത് ഒരു തെറ്റാണോ? ഞങ്ങള് മുഖത്താണ് ചായം പൂശുന്നത്, പക്ഷെ മനസ്സിന്റെ മേൽ ഒരിക്കലും ചായം പൂശാറില്ല. ഞങ്ങൾക്കും ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം അന്ന് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ എനിക്ക് അവസരം തന്നില്ല. സർ, ഇനി ഒരിക്കലും ജീവിതത്തിൽ ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഞാൻ കാരണം നിങ്ങൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. ഞാൻ പോവുകയാണ് സർ. ഇത്രയും കാലം ഞാൻ അച്ഛനുള്ള അഹങ്കാരത്തിൽ ഞാനൊരു മനുഷ്യൻ എന്ന കാര്യം പോലും മറന്നുപോയി. കോടിക്കണക്കായ മനുഷ്യന്റെ മനസ്സിലുള്ള നീ എന്റെ മകൾക്ക് നിന്റെ മനസ്സിൽ സ്ഥാനമില്ലെന്ന് പറഞ്ഞു. ഇപ്പോഴും എന്റെ മകൾ നിന്റെ നെഞ്ചിൽ തന്നെ ഉണ്ട്. നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മകൾ ഞങ്ങളുടെ കൂടെ ഉള്ളതുപോലെയാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടാവൂ. ഞങ്ങളോടൊപ്പം താമസിച്ചൂടെ? പ്ലീസ് കേശവ, പ്ലീസ്. സാർ, അതല്ല സാർ. എന്തേ കല്യാണം കഴിഞ്ഞല്ലോ, ഇനി എത്ര സമയം? സദ്യക്ക് സമയമായില്ലേ? ഇത് വാച്ചല്ല, ഇത് കല്യാണ മണ്ഡപവുമല്ല. ഏതെങ്കിലും കുട്ടികൾ മുതിർന്നുവോ? അത് നല്ല കാര്യല്ലേ? സാറിന്റെ ഓർമ്മ കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആരാടാ നീ? ഈ ലോകത്തിൽ ഇത്തിരി വൃത്തികെട്ട ഒരു മനുഷ്യനെ വന്നിരിക്കുന്ന പോടാ. നമസ്കാരം. നമസ്കാരം. എനിക്ക് വലിയൊരു ഓർമ്മക്കുറവ് പ്രശ്നമാണ്. എപ്പോഴായിരുന്നു? എന്താ എപ്പോഴും തൊട്ടാ ചോദിക്കുന്നത്? ഡോക്ടറാണ്. തലയ്ക്ക് പോലാത്ത തന്നെ.